ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നൈറ്റ് ടൈമിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ടൈമിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പെയിൻ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു വാക്കുകൾ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ആ സിറ്റുവേഷനെ കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത സാഹചര്യങ്ങൾ, അങ്ങനെയെല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു ഈ ഒരു സമയത്ത് നൈറ്റിൽ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് പെയിൻ തോന്നുന്നുണ്ട് അവർക്ക്. കാരണം നിങ്ങളോട് ഒരുപാട് പ്രോമിസുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോട് കാണുമെന്നൊക്കെ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും കാരണം ഒരുപാട് സ്നേഹത്തിലായിരുന്ന വ്യക്തികൾ ഇവിടെ ഒരുപാട് അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തിലുള്ള വ്യക്തികൾ രണ്ടായി പിരിഞ്ഞു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ അവർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എത്രത്തോളം സ്നേഹിച്ചതായിരുന്നു, എത്രത്തോളമായിരുന്നു നിങ്ങളുടെ സ്നേഹം എന്നൊക്കെ അവർ ഈ ഒരു നൈറ്റ് ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. മറ്റൊരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നുഴഞ്ഞു കയറിയതായി കാണുന്നു. അതൊരു പക്ഷേ ഫാമിലി ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, മറ്റേതെങ്കിലും ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം. അതാണ് റിലേഷൻഷിപ്പിൽ തകർച്ചയ്ക്ക് കാരണമായതെന്നും നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ അവർ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾ എവിടെയാണ്, എന്താണ്, ആരോടൊപ്പമാണ്, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് ഇനിയും വീണ്ടും ഒന്നുകൂടി ഒരു ഓഫർ നൽകി റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നും അവർ ഈ ഒരു നൈറ്റ് ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ തുടർന്ന് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം ഒരു കമ്മിറ്റ്മെൻറ്റിൽ ബ്രേക്കപ്പ് വന്നതിന് ശേഷം ഇപ്പം വന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയല്ല, അവർ നിങ്ങളിലേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് വന്ന് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നമുക്ക് തുടരാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് റിലേഷൻഷിപ്പ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെന്നുള്ള വ്യക്തിയെ അവരൊരുപാട് ഇപ്പോൾ ഈ ഒരു സമയത്ത് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വാല്യൂ അവരിപ്പോഴാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ നിങ്ങളുടെ സോളിൻ്റെ പിറകെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മയിൽ നിന്നും വിട്ടുമാറാൻ സാധിക്കാത്തത്. എപ്പോഴും ആ ഒരു ചിന്ത നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിട്ടുപേക്ഷിച്ചത് വലിയ മണ്ടത്തരമായി പോയെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളെക്കഴിയും വലിയ കാര്യങ്ങൾ എവിടെയൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് വടിയും പിടിച്ച് പോവുകയായിരുന്നു. പക്ഷേ അവർ പോയത് വലിയ അനകറ മലയിലോട്ടാണ് പോയത്. ഓക്കെ, അപ്പം നിങ്ങളെക്കഴിയും വലിയ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടും ഒക്കെ മറ്റെന്തൊക്കെയോ അവർക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ ഓടിപ്പോയതാണ് നിങ്ങളുടെ. പക്ഷേ അവർ ചെന്നിരിക്കുന്നത് ഒരു നാശകരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് അവർ പോയിരിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇക്കരപ്പച്ച അവർ മനസ്സിലാക്കുന്നത് ഇവിടെ ആയിരുന്നു നല്ല പൂങ്കാവനവും ശോഭയും എല്ലാം ഇവിടെയാണെന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ ഇവിടെ കളഞ്ഞിട്ട് പോയ കപ്പുകളാണ്
എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പിറകെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ അതിനെ ഓർത്തിട്ട് എന്ത് നല്ല കപ്പുകളായിരുന്നു, നിങ്ങൾ കൊടുത്ത സ്നേഹവും കെയറിങ്ങും ഒക്കെ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്ന് ഇപ്പോൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളിലേക്ക് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ്. അമിതമായി കിട്ടിയിരുന്നതായിട്ടുള്ള എന്തും അവർക്ക് ആ ഒരു സമയത്ത് അരോചകമായി തോന്നി. ഓക്കെ, നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹമെല്ലാം അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ ഇപ്പോൾ അവർക്ക് നല്ല സമയമായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അത് ഇറിറ്റേറ്റ് ആയിട്ടാണ് അവർക്ക് തോന്നിയിരുന്നത്. നിങ്ങളുടെ കോള്, മെസ്സേജ്, നിങ്ങളുടെ കെയറിങ്, നിങ്ങളുടെ സംസാരങ്ങൾ ഒക്കെ അവർക്ക് ഒരു ആദ്യ സമയങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ പോകെ 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 അവർക്കത് ഇറിറ്റബിളായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ അവർക്ക് മറ്റാരെയും, അതുപോലെയുള്ളൊരു വ്യക്തിയെ അവർക്ക് പിന്നീട് ഒരിക്കലും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനും നീയുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ഞാൻ നിന്നിലേക്ക് കടന്നു വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. ഓവറോൾ എനർജി എന്ന് പറയുന്നത്, നിൻ്റെ സ്നേഹത്തെ ഞാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് പോയത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. ജീവിതത്തിൽ ഗ്രഹണം സംഭവിച്ച സമയത്താണ് അങ്ങനെയൊക്കെ തോന്നലുകൾ ഉണ്ടായതെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു മെസ്സേജ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. ഇതാരുടെ റീഡിംഗ് എന്ന് അറിയില്ല. നിങ്ങളുടെ റീഡിങ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് തന്നെ ഉറക്കെ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. ഗോഡ് ബ്ലസ് യു.